നേരം വല്ലാതെ വെളുത്തുവല്ലോ. വല്ലാതെ വെളുത്തിട്ടൊന്നുമില്ല. 8 മണിയാകുന്നേ ഉള്ളൂ. വേഗം സ്ഥലം വിട്. ഉറങ്ങിപ്പോയി. നേരം വെളുത്തത് അറിഞ്ഞില്ല. ഇനിയിപ്പോ ഇവിടെ കുളിച്ച് താമസിക്കാവുന്നതാ. വേഗം സ്ഥലം വിട്. എന്നെ കാണാൻ ഇവിടെ കുറെ ആളുകൾ വരും. ഇറങ്ങ. നിന്നോട് ഇറങ്ങി പോകാനാ പറഞ്ഞത്. സാറേ, സാറേ, സാറോ, തമ്പി സാറേ, സാർ, തമ്പി സാർ, സാറേ, തമ്പി സാറേ. ഞാൻ വിചാരിച്ചു സാർ എഴുന്നേറ്റ് കാണില്ലെന്ന്. രാത്രി മുഴുവൻ തകർത്തടിച്ച് എഴുതി കാണും. ഒരു 4 രംഗമെങ്കിലും തീർന്നിരിക്കും അല്ലേ സാർ? എന്താണ് സാർ മുഖത്തൊരു കള്ള ലക്ഷണം? കള്ള ലക്ഷണം? ആ, ചെമ്പരനില്ലെങ്കിലും സാർ എഴുതുമല്ലേ? എത്ര രംഗം എഴുതി സാർ? ആ, കുറച്ച് എഴുതി. ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. താനൊരു കാര്യം ചെയ്യ്. ഈ ഫ്ലാസ്കും പേപ്പറും ഒക്കെ വെച്ചിട്ട് പോയിക്കോ. എന്നെ കാണാം. എന്നാ ഈ പേപ്പർ അകത്ത് വെച്ച ഇവിടെ വെച്ചാ മതി. ഇതൊന്നാണ് സാർ മനുഷ്യൻ ഒരുമാതിരി. ഞാൻ പറഞ്ഞില്ലേ വിശ്വംബര, ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായി ഞാൻ ആകെ കുഴയും. ശരി, ഞാൻ പോയേക്കാം. ആ, ഉച്ചയാകുമ്പോ പിള്ള സാറിങ്ങി വരും. എന്തിന്? എന്താ വരണ്ടെന്ന് പറയണോ? ഒന്നും പറയണ്ട. എന്നാ വൈകിട്ട് ഞാൻ വരും. ഇന്നലത്തെ കേട് തീർക്കണ്ടേ? വേണ്ടോ, അതൊക്കെ ഡിസ്റ്റർബൻസ് ആവും. എന്താണ് സാർ പുതിയൊരു ഡിസ്റ്റർബൻസ്? ഒരു ഡിസ്റ്റർബൻസ് ഇല്ല. താമ്പോ ഇത് പറയണത് ഓടോ. ഏയ്, എന്നോട് ഇറങ്ങിപ്പോവാൻ പറയരുത്. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയാൽ അവരെന്നെ കൊല്ലും. ആര് കൊല്ലുന്നു? ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയാണല്ലോ. ആരാ കൊല്ലാൻ വരുന്നേ? എന്നോടൊന്നും ചോദിക്കരുത്. ഞാനൊന്നും പറയില്ല. രാത്രിയാവുമ്പോ ഞാൻ പോയിക്കോളാം. ഉച്ചയ്ക്ക് പിള്ളേച്ചൻ വരുമ്പോ ഞാൻ എന്ത് സമാധാനം പറയും? നീ ആരാന്ന് പറ വച്ചേ. ആരും അറിയില്ല സാർ. ഞാനിതിനകത്തിരുന്നോളാം. സന്ധ്യാകുമ്പോ പൊയ്ക്കോളൂല്ലോ. വിശക്കുന്നുണ്ടോ? പല്ലുതൊക്കെ കുളിക്കാന്താന്ന് വെച്ചാ ചെയ്. സൂക്ഷിച്ചിങ്ങന്നും വേണം. ഞാൻ മാനമര്യാദക്ക് ജീവിക്കുന്നവനാ. രണ്ട് ഇഡ്ഡലി കഴിച്ചോ. നല്ല വിശപ്പ് കാണും. അവിടെ ഇരുന്ന് കഴിച്ചോ. സാറിനെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അതൊന്നും സാരമില്ല, കഴിച്ചോ. എന്താ പേര്? പറയാൻ മടിയുണ്ടോ?
വനിത. ഇന്നലെ രാത്രി നിന്നെ കണ്ടിട്ട് ഒരു അലവലാതി പെണ്ണാണെന്ന് എനിക്ക് തോന്നിയത്. ഇല്ലെങ്കിൽ പാതിരാത്രി ഒറ്റക്കരം കറങ്ങൂ. പക്ഷേ ഇപ്പൊ കണ്ടിട്ട് കുടുംബത്തിൽ പറഞ്ഞോളാന്ന് തോന്നുന്നു. എന്താ നിന്റെ പ്രശ്നം? നീ എവിടെന്നാ വരുന്നത്? ദയവ് ചെയ്ത് സാറിനോടൊന്നും ചോദിക്കരുത്. ഞാനൊന്നും പറയില്ല. പിന്നെ വേണ്ട. കഴിച്ചിട്ട് ആ മുറി തന്നെ കയറിയിരുന്നു. ഇരുട്ടുമ്പോഴേക്കും സ്ഥലം വിട്ടോണം. വനിതേ, പേടിക്കണ്ട. ഇറക്കി വിടാനൊന്നുമല്ല. അവിടെ ഇരുന്നിട്ട് എന്റെ പണി നടക്കുന്നില്ല. നീയാ കാരണം. ക്ഷമിക്കണം സർ. വരൂ, നമുക്ക് അവിടെ പോയിരിക്കാം. എന്തെങ്കിലും സംസാരിച്ചിരിക്കാമല്ലോ. ആരെങ്കിലും വന്നാലോ? അത് സാരമില്ല. വരുമ്പോ മാറിയാ മതി. വരൂ. ഇരിക്ക്. ഞാൻ ആരാണെന്ന് മനസ്സിലായോ? നേരത്തെ മനസ്സിലായി. നാടകമെഴുന്ന തമ്പി സാറല്ലേ? ഞാൻ പത്രത്തിൽ പടം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ തീരെ അപരിചിതനല്ല. ഇരിക്ക്. വനിതയ്ക്ക് എന്തും എന്നോട് തുറന്നു പറയാം. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അറിയാൻ എനിക്ക് വളരെയേറെ കൗതുകമുണ്ട്. വനിതയെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. നിൽക്കൂ. നിനക്ക് ബന്ധുക്കളാരുമില്ലേ? അച്ഛനും അമ്മയും? കല്യാണം കഴിച്ചാണോ? അല്ല. പറയൂ കുട്ടി, ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ഉപദ്രവകാരിയല്ലെന്ന് മനസ്സിലായല്ലോ. നീ ആരാണെന്ന് അറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വെറും ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റ്, ഒരു ക്യൂരിയോസിറ്റി. നിന്റെ നാടേതാ? എറണാകുളത്താ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട് ഇപ്പോഴെനിക്ക് വീടില്ല. അച്ഛനും അമ്മയൊക്കെ? അച്ഛൻ മരിച്ചുപോയി. അമ്മയോ? അമ്മയുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. ഞാനെല്ലാം പറയാം. ഞാൻ എന്റെ കഥ സാറിനോട് പറയാം. സാറിനൊരു പക്ഷെ പ്രയോജനപ്പെടും. തുടക്കം മുതൽ പറയാം. സാറ് മുഴുവൻ കേൾക്കൂ. കേൾക്കാം. എന്റെ അച്ഛൻ പട്ടണത്തിലെ വലിയൊരു ബിസിനസ്സുകാരനായിരുന്നു. എക്സ്പോർട്ടായിരുന്നു ബിസിനസ്. അച്ഛന്റെ പേര് സേതുമാധവൻ എന്നായിരുന്നു. അമ്മയുടെ പേര് എലിസബത്ത് എന്ന. അവർ സ്നേഹിച്ച് വിവാഹം കഴിച്ചതായിരുന്നു. ഞങ്ങൾ 2 കുട്ടികളാ. എന്റെ ഇളയതാണ് മോഹൻ. എല്ലാ സുഖങ്ങളുടെയും നടുവിലാ ഞങ്ങൾ വളർന്നു വന്നത്. പക്ഷേ വീട്ടിലെന്തോ സമാധാനമില്ലായിരുന്നു. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കിടാത്ത ദിവസങ്ങളില്ല. ചിലപ്പോൾ അച്ഛൻ വീട് വിട്ട് ദിവസങ്ങളോളം ഹോട്ടലുകളിലും മറ്റും തങ്ങും. അമ്മയുടെ ശല്യം സഹിക്കാൻ വയ്യെന്നും പറഞ്ഞ്. അച്ഛൻ പോയാൽ അമ്മ ഇറങ്ങും. ഞങ്ങൾ കുട്ടികൾ തനിച്ചാവും. വേലക്കാരുണ്ടാവും വല്ലതും വെച്ചു തരാൻ.
എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ ഏതാണ്ട് ഇതായിരുന്നു വീട്ടിലെ സ്ഥിതി. അറിവ് വെച്ചപ്പോൾ, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ ഓരോന്നിന്റെയും അർത്ഥം പിഴയറ്റി തുടങ്ങി. ഒരിക്കലും ഒത്തുചേരാൻ പാടില്ലാത്ത രണ്ട് വ്യക്തികളായിരുന്നു എന്റെ അച്ഛനും അമ്മയും എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ കോളേജിൽ 1-ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അച്ഛന്റെ ബിസിനസ്സിൽ നഷ്ടങ്ങൾ വന്നു തുടങ്ങി. അച്ഛന്റെ ശ്രദ്ധ കുറവുകൊണ്ടാകാം അത് സംഭവിച്ചത്. മനസ്സമാധാനം നഷ്ടപ്പെട്ട അച്ഛൻ ശാരീരികമായും തളർന്നിരുന്നു. വീട്ടിൽ പണത്തിന്റെ കുറവ് ആദ്യമായി അനുഭവപ്പെട്ടു തുടങ്ങി. പട്ടിണിയുടെ വക്കോളം എത്തി. എന്റെ യുവത്വത്തിന്റെ സ്വപ്നങ്ങളുടെ നിറങ്ങൾ മങ്ങിത്തുടങ്ങി. ഞാൻ പുതിയ സ്വപ്നങ്ങൾ തേടി. കവിതകളായി അത് ഞാൻ നെയ്തെടുത്തു. കവിതകളായിരുന്നു എന്റെ ജീവൻ. നന്നായിട്ടുണ്ടല്ലോ, ഒന്നാം തരം കവിത. ഇത് കുട്ടിയുടെ ആദ്യത്തെ കവിതയാണോ? അല്ല, മുൻപ് എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടില്ല. കവിതയുടെ കൂമ്പടഞ്ഞു പോയി എന്ന് നിരൂപരെല്ലാം പറയാറില്ലേ? അത് തെറ്റാണ്. ഇതുപോലുള്ള കൂമ്പുകൾ മുട്ടിട്ട് വരുമ്പോൾ എന്താ കുട്ടിയുടെ പേര്? വനിത. വനിത, മഹിള, സ്ത്രീ, പെണ്ണ്. നിന്നെ പോലെയുള്ള സുന്ദരി കുട്ടികൾ കവിത എഴുതണം, എഴുതിയേ തീരൂ. നിങ്ങളുടെ കവിതകളും സുന്ദരമായിരിക്കും. അതങ്ങനെ വരൂ. ഈ കവിത ഞാൻ പ്രസിദ്ധീകരിക്കാം. താങ്ക് യു സർ. കുട്ടി ഇനി എഴുതണം, ധാരാളം എഴുതണം. പക്ഷെ എഴുതുന്നത് കണ്ട അലവിലാതി മാഫിയക്കൊന്നും അയച്ചു കൊടുക്കരുത്. എല്ലാം ഞാൻ പ്രസിദ്ധീകരിക്കാം. ഇവിടെ വന്നാ മതി. ഈ കൈകൊണ്ടല്ലേ ഈ കവിത എഴുതിയത്? ഈ എഡിറ്റർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താ. പക്ഷേ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നീട് കവിതകൾ പ്രസിദ്ധീകരിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിന്നും വിട്ടുപോയി. എങ്കിലും ധാരാളം എഴുതി. ദുഃഖഭാരമേറുമ്പോൾ എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ വീട് ഒരു നരകമായി മാറുകയായിരുന്നു. അച്ഛനും അമ്മയും നിതാന്ത ശത്രുക്കളെ പോലെയാ പെരുമാറിയിരുന്നത്. എന്റെ സഹോദരൻ മയക്കുമരുന്നുകളുടെയും മദ്യത്തിന്റെയും അടിമയായി കഴിഞ്ഞിരുന്നു. മോഹന, നീ അത് കൊണ്ടുപോകരുത്. അത് കൊണ്ടുപോകരുത്. നീ അത് കൊണ്ടുപോകരുത്. ഇതെവിടെ കൊണ്ടുപോകുന്നടാ? വിൽക്കാൻ അല്ലാതെ എനിക്ക് ഇത്ര കാശിന്റെ ആവശ്യമുണ്ട്. എനിക്ക് തരാൻ മാത്രം ഇവിടെ ആരെങ്കിലും കാശില്ലല്ലോ. എന്നോട് കളിച്ചാണ്ടല്ലോ, മാറിയില്ലേ? ആ, ഇനി അങ്ങേരായി. ഇവിടെ ഇതൊന്നും വന്നാ പോരാ. ഇത് കേട്ടാത്തൊന്നും ബാക്കിയുള്ളവരുടെ കുറ്റം കൊണ്ടാണെന്ന്. അതേടി, പിള്ളേരെ വളർത്താൻ പഠിക്കണം. വളർത്തിയതിന്റെ കുറ്റമാ. എടോ, താനാണോ എന്നോട് വളർത്തിയതിനെ പറ്റി കുറ്റം പറയുന്നത്? ഭാര്യയ്ക്കും പിള്ളേർക്കും ചെലവിന് കൊടുക്കാൻ വകയില്ലാതെ വീട്ടിൽ കയറി കുത്തിയിരിക്കുന്ന താനാണോ എന്നോട് പറയുന്നത്? എലിസബത്തെ, ഈ വീട് പിടിച്ചത് നീ ഒരുത്തിയ. എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. നാണം കിട്ടാനി, എനിക്ക് കളി കഴിയുന്നുണ്ട്. മതിയടി. അച്ഛൻ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പായി. അമ്മ മിക്കവാറും എന്നും രാവിലെ വീട്ടിൽ നിന്നും പോകും. പരിചയക്കാരോടൊക്കെ നടന്ന് കടം വാങ്ങും. കടക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥയായി. ഇതെന്തോ ഇടപാടാ സേതുമാധവ? തരാനുള്ള കാശ് ചോദിക്കുമ്പോ തല മറ്റേടത്തോട്ട് വെച്ചോണ്ടിരുന്നാ മതിയോ? താൻ എന്തെങ്കിലും ഒരു സമാധാനം പറ. ഞാൻ എന്ത് പറയാന്? ഓ, അത് ശരി. എന്നാലേ ഞാൻ ഇനി അയൽപക്കക്കാരോടോ മറ്റോ ചോദിക്കാം. മര്യാദ കേട്ട മനുഷ്യര്. എന്തിനാ മാത്യൂസ് അനാവശ്യം പറയുന്നത്? നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഞാൻ നിങ്ങളോടൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. ഓ, അത് ശരി. താൻ എന്നോട് വകുപ്പും ചുട്ടും പറയാ. മേടിച്ചോണ്ട് പോയ വരുത്തിയുണ്ടല്ലോ, താന്റെ ആ പെണ്ണുമ്പിള്ള. അവളെവിടെ? താൻ ഇന്നെന്റെ തനിനിറം കാണും.